ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ മാപ്പ് പറഞ്ഞിട്ടില്ല, അവർക്ക് തെറ്റുപറ്റിയെന്ന് അവർ സമ്മതിച്ചിട്ടില്ല. പിന്നീട് എന്താ സംഭവിക്കുന്നത്? പ്രളയകാലത്താണ് ഏറ്റവും കൂടുതൽ അത് വിമർശിക്കപ്പെട്ടത്. അപ്പോൾ പ്രളയകാലത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡാമുകളുടെ നിയന്ത്രണം ദുരന്ത നിവാരണ KCBയുടെ ചുമതലയിൽ നിന്ന് മാത്രം എന്നുള്ളത് മാറ്റി ദുരന്ത നിവാരണ അതോറിറ്റി, റവന്യൂ വകുപ്പ് എന്നിവയൊക്കെ വീതം വെച്ച് നൽകിയിരുന്നു. അതുകൊണ്ട് പിന്നീട് ഈ ഡാം മാനേജ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ വീണ്ടും മുണ്ടക്കൈ ചൂരൽമല സംഭവത്തിൽ വിമർശനം നേരിട്ട അതേ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ വീണ്ടും വിമർശനം നേരിടാൻ പോവുകയാണ്. അവരറിഞ്ഞിട്ടില്ല, അവർ ആ സംഭവം ഉണ്ടായി 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. എത്രമാത്രം വലിയ അലംഭാവമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി വയനാട് ജില്ലാ ഭരണകൂടത്തിന് അലംഭാവം ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണ കമ്പനിയാണ് ഇതിന് ഉത്തരവാദികൾ. അത് ഫോളോ അപ്പ് ചെയ്യുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഈ പാതയെക്കുറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. കൃത്യമായ പാരിസ്ഥിതിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല തുരങ്കപാത നിർമ്മിക്കുന്നത്. ഇപ്പോൾ തുരങ്കപാത സംബന്ധിച്ച നിയമപോരാട്ടം നമുക്കറിയാം. അത് ഹൈക്കോടതി അതിന് അനുമതി കൊടുത്തതിന് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതാണ്. പിന്നീട് ഹർജിക്കാരൻ സുപ്രീം കോടതി ചെല്ലുന്നു. സുപ്രീം കോടതി പറയുന്നത് ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊജക്റ്റാണ്. അത് സത്യമാണ്, ഒരു ദേശീയ പ്രാധാന്യമുള്ള പ്രൊജക്റ്റ് തന്നെയാണ്. കാരണം കേരളത്തെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. അത് ആ പാത വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വലുതാണ്. എന്നിരിക്കെ തന്നെ ഈ പാതയ്ക്ക് ആ പ്രദേശം അനുയോജ്യമാണോ എന്ന് കൃത്യമായി പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് അന്ന്. എങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ? അദ്ദേഹം തന്നെ ഉന്നയിച്ച ഒരു ആശങ്കയാണ് ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്. എങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കും തന്നെ തൽക്കാലം നിർത്തിവെക്കുക, നമുക്കൊന്നുകൂടി പരിശോധിക്കാം. എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ കഴിയുന്ന, അത് മറികടക്കാൻ കഴിയുന്ന മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കൂടി ആലോചിക്കാം എന്നൊരു പഠനം വേണ്ടേ? കാരണം പാരിസ്ഥിതിക പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? സംസ്ഥാന സർക്കാർ പരിസ്ഥിതി പഠനം നടത്തി, സംസ്ഥാന പരിസ്ഥിതി അതോറിറ്റി അതിന് അനുമതി കൊടുത്ത്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും അനുമതി കൊടുത്തതിന് ശേഷമാണ് ഈ പ്രൊജക്ട് തുടങ്ങുന്നത്, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത്. എങ്കിൽ അപ്പോൾ അതിനർത്ഥം അന്നത്തെ പ്രതിപക്ഷ നേതാവിന് ഇന്നത്തെ മുഖ്യമന്ത്രിക്കും ആ പാരിസ്ഥിതിക പഠനത്തിൽ വിശ്വാസമില്ല എന്നാണ്. അതിൽ പ്രശ്നമുണ്ടെന്നാണ്. കാരണം ഈ ഇന്ത്യയിൽ ഈ കാലത്ത് ലഭിക്കുന്ന പാരിസ്ഥിതിക പഠനങ്ങളും പാരിസ്ഥിതിക അനുമതികളും ഒരു സ്കാം എന്ന് പറയാവുന്ന രീതിയിലാണ്. അതൊരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭരണകൂടം എന്താ ആഗ്രഹിക്കുന്നു? ഒരു സർക്കാർ ആഗ്രഹിക്കുകയാണ് ഒരു പാത പണിയാൻ. ഒരു ഏജൻസിയെ പരിസ്ഥിതി പഠനത്തിന് ഏൽപ്പിച്ചു, അവരെന്ത് പറയും? സർക്കാരിന് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടായി കൊടുക്കും. അതല്ലാതെ അതിന് ഇന്നെ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയല്ല ചെയ്യുക. ഇപ്പോൾ സുപ്രീം കോടതിയിലെ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, ഇത് എക്സ്പേർട്ട് കമ്മിറ്റി പരിശോധിച്ചതാണ് എന്ന് മാത്രമല്ല 58 മാനദണ്ഡങ്ങൾ പാലിച്ചേ പാത പണിയാവൂ എന്ന് പാരിസ്ഥിതിക പഠന റിപ്പോർട്ടിലുണ്ട്. അത് തന്നെയാണ് വനം പരിസ്ഥിതി മന്ത്രാലയം പറഞ്ഞിട്ടുള്ളത്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഹർജിക്കാർ നോക്കിയാൽ മതി. ഇനി ഇത്തരം വിഷയങ്ങളിൽ കോടതി ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. മാത്രമല്ല ഹർജിക്കാർക്ക് വേണമെങ്കിൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ പോകാം. ഗ്രീൻ ട്രൈബ്യൂണൽ ഇതിൻ്റെ എക്സിക്യൂഷൻ കൃത്യമായിട്ടാണ് നടക്കുന്നു എന്നുള്ളത് ഗ്രീൻ ട്രൈബ്യൂണൽ മോണിറ്റർ ചെയ്യട്ടെ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉദാഹരണം സംഭവിച്ചു, ഒരു അപകടം, ഒരു ദുരന്തം സംഭവിച്ചു, ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇത് മോണിറ്റർ ചെയ്യപ്പെടണ്ടേ? ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം പാത വേണ്ട എന്നുള്ളതല്ല പറയുന്നത്, പരിസ്ഥിതി പ്രശ്നമില്ലാതെ ഈ പാത പണിയാൻ പറ്റുമോ എന്ന് പരിശോധിക്കണ്ടേ? ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണ്ടേ? ഇതൊന്നും നടക്കുന്നില്ല. അതായത് ഇന്നത്തെ മന്ത്രിമാരുടെയും ഒക്കെ പ്രതികരണം കാണുമ്പോൾ, പ്രത്യേകിച്ചും ടി സിദ്ദീഖിൻ്റെയും പി കെ ബഷീറിൻ്റെയും പ്രതികരണം എനിക്ക് മനസ്സിലാവുന്നത്, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രൊജക്റ്റ്, തങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലാത്ത പ്രൊജക്റ്റ് കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ചു എന്നതിൻ്റെ പേരിൽ ഇത് ചുമന്നുകൊണ്ട് പോകാൻ ബാധ്യസ്ഥരായ ഒരു മന്ത്രിസഭ എന്നൊരു പ്രതീതിയാണ് അവരുടെ ശരീരഭാഷയിലും സംസാരത്തിലും നമുക്ക് മനസ്സിലാവുന്നത്. അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അവരുണ്ടാക്കി വെച്ചതാണെന്നുള്ള രീതിയിൽ കൈയൊഴുകുകയാണ്. ഇത് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭരണം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൈയൊഴിയാൻ നിങ്ങൾക്കാവില്ല എന്നുള്ളതാണ് മന്ത്രിമാരോട് പറയാം.